ആഖിറത്തിലേക്ക് മടങ്ങിയിട്ട് റബ്ബിനെ ഓർത്ത് അതേ കരയുക, റബ്ബിന്റെ നരകത്തെ ഓർത്ത് കരയുക, സ്വർഗം കിട്ടണമെന്ന് ആശിക്കുക. അങ്ങനെ ആശിക്കുമ്പോൾ മുത്തുനബി കരഞ്ഞില്ലേ? നിങ്ങൾ കണ്ടില്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരഞ്ഞില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരഞ്ഞില്ലേ? അതെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കരഞ്ഞില്ലേ? നിങ്ങൾക്ക് നോക്ക്, ഒരു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അതേ തലവനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് കിബ്റില്ല, റിയാ ഇല്ല, ഹസദില്ല, അസൂയയില്ല, ഞാൻ ഗജപോക്കിരിയാണുള്ള ധാരണയില്ല, എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ചപ്പോ അള്ളാന്റെ മുന്നിൽ വണക്കം ചെയ്തപ്പോ, അള്ളാന്റെ മുന്നിൽ അത് അടക്കത്തിൽ നിന്നപ്പോ അല്ല ഉയർത്തിയില്ലേ? അല്ല ഉയർത്തിയില്ലേ? നിങ്ങൾ നോക്ക്, ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്? രാത്രിയതാ ബഹുമാനപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു തആല കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് പറ്റാപ്പാതിര നേരത്ത് കുറ്റാക്കൂരിരുട്ടില് നിശയുടെ നിശബ്ദതയില് ഒരു വീട്ടിലേക്ക് കയറുന്നു. കുറച്ച് സമയം ആ വീട്ടിൽ കഴിയുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആരാണ് പണിയെടുക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ദിവസങ്ങളോളം മാസങ്ങളോളം ഈ പരിപാടി തുടർന്നപ്പോ തൽഹത്ത് റളിയല്ലാഹു തആല ചിന്തിക്കുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്താണ് ചെയ്യുന്നത്? വഴി മധ്യരാത്രിയിൽ കണ്ടടോ തൽഹത്തവർ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ സയ്യിദ് ഉമർ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോകുന്ന വഴിയില് അതേ പിന്നാമ്പുറത്ത് പിന്നിലൂടെ ചെല്ലുന്നു. ചെന്നിട്ടതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എന്തിനാ പോകുന്നത്? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു തആല പിന്തുടർന്നു അവസാനം അതാ ഒരു വീട്ടിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് കുറച്ച് സമയം ചെലവഴിച്ച് തിരിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു തആല ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തപ്പോൾ തൽഹത്ത് തങ്ങള് ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുകയാണ്. ചോദിച്ചുകൊണ്ട് കടന്നു വീടിനകത്ത് പനനാര് കൊണ്ട് വിരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ സുബ്ഹാനല്ലാഹ് പഴമുണ്ട് മൂടിയ കിഴക് വിരോഗമിലുണ്ടതിൽ സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? തൽഹത്ത് തങ്ങൾ ചോദിക്കുകയാണ്, ഈ പനനാര് കൊണ്ട് മൂടിയ കട്ടിലിൽ, പടഞ്ഞുണ്ടാക്കിയ കട്ടിലിൽ ഒരു കിളവി കിടക്കുന്നുണ്ട്, എഴുന്നേൽക്കാൻ കഴിയില്ല. ആ കിളവിയോട് ചോദിക്കുകയാണ്, പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സെറ്റാവുണ്ട്. അതെ, അല്ലാഹു ഉണ്ട് എന്ന് മറുപടി പറയുന്നു. മുഅ്മിനീങ്ങളെ, ആ കിളവിയായ വൃദ്ധയായ എഴുന്നേൽക്കാൻ കഴിയാത്ത ഉമ്മ പറയാണ്, എനിക്കെന്റെ സെറ്റാവുണ്ട്. രോഗ
സ്വർഗത്തിലായി കിടപ്പായ നാൾ മുതൽ എന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നോ അതേ കണ്ണിന് കാഴ്ചയില്ലല്ലോ, വന്ന ആളാരാണെന്നറിയില്ലല്ലോ. ഞാൻ രോഗമായി കട്ടിലിൽ കിടന്നത് മുതൽ രാത്രി ഒരാൾ വരും, വന്നിട്ടെന്താ ചെയ്യുന്നത്? കട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ. ഓ ഉമ്മ, ഓ ഉപ്പ, ഓ പെങ്ങളെ, വാപ്പ കിടന്നു പോയാൽ, ഉമ്മ കിടന്നു പോയാൽ, അതേ കിടന്ന സ്ഥലത്ത് മൂത്രമൊഴിച്ചു പോയാൽ, കാഷ്ടിച്ചു പോയാൽ, പണ്ടാരമടക്കട്ടെ എന്ന് പറഞ്ഞ് വൃത്തിയാക്കല്ല, കഴുകല്ല, ദേഷ്യം പിടിക്കല്ല, കട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ. ശുദ്ധീകരിച്ചത് പിന്നെയോ വെക്കുന്നതാ. ആ പാത്രം കഴുകിയിട്ട് വീണ്ടും എന്റെ കട്ടിലിന്റെ താഴ്ഭാഗത്ത് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ എന്ന് പറയുന്നില്ല, മൂക്ക് പൊത്തുന്നില്ല, വാസനിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല, അറപ്പുണ്ടെന്ന് പറയുന്നില്ല, വെറുപ്പുണ്ടെന്ന് പറയുന്നില്ല, ഒരു മോശമായ വാക്കുകളും പറയുന്നില്ല. സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ. സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. നല്ല നല്ല കലാമുകൾ, നല്ല നല്ല വാക്കുകൾ. അല്ലാ, അപ്പോൾ എന്റെ ടെൻഷൻ അങ്ങ് പോകുകയാണ്. സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. തീർന്നോ? തീർന്നിട്ടില്ല. തൽഹത്ത് തങ്ങളോട് കിടക്കുന്ന കിളവിയായ അതേ ഉമ്മ പറയുകയാണ്, എന്നെ കുളിപ്പിച്ച് എന്റെ ഡ്രസ്സുകൾ മാറ്റിയിട്ട് കിടത്തിയിട്ട് സുബ്ഹാനല്ലാഹ് പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ. സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ. സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. എന്നെ നല്ലപോലെ വൃത്തിയാക്കി കട്ടിച്ച മൂത്രിച്ച പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എന്റെ ഡ്രസ്സുകൾ അലക്കിയിട്ടതിന് ശേഷം കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ കെട്ടടിച്ചിട്ട് എനിക്ക് ഭക്ഷണം തന്നിട്ട് ഇവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആരും കാണരുത്, ആരും അറിയരുത്, ആരും കേൾക്കരുതെന്ന ചിന്തയാണ് ഇന്നത്തെ കാലമേതാണ്. ഒരു തീപ്പെട്ടി ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നാലാളെ അറിയിച്ചിട്ടല്ലേ കൊടുക്കുന്നത്. അല്ലാ അല്ലാ, ഇന്നത്തെ കാര്യം അതാണ്. നാലാൾ അറിയണം. അതേതാള് കൊടുത്താലും ബഹുമാനപ്പെട്ട തൽഹത്ത് തങ്ങളെ പറയുന്നു. ഇത് കേട്ടുടൻ തൽഹത്ത് കരയുന്നു. സുബ്ഹാനല്ലാഹ്. അറിവുണ്ട് ഏ ഉമ്മ അതാരാണെന്ന് ഉമ്മാനോട് ചോദിക്കാണ്. ഓത്ത ഉമ്മ, നിങ്ങളരികത്ത് വന്നിട്ട് ദിവസവും അതാ നിങ്ങളെ കാട്ടിച്ച ചട്ടിയെടുത്തിട്ട് വൃത്തിയാക്കി പോകുന്ന ഉമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല മോനെ, ഞാനെങ്ങനെ അറിയാനാണ്? വന്നതാരാണെന്ന് പറഞ്ഞില്ല, വന്നതെവിടെന്നാണെന്നും പറഞ്ഞില്ല. ദിവസവും വരാറുണ്ട്, ദിവസവും എന്നെ കുളിപ്പിക്കാറുണ്ട്, ദിവസവും എന്നെ ഡ്രസ്സ് മാറ്റിക്കാറുണ്ട്, ദിവസവും എന്നെ ഡ്രസ്സ് ധരിപ്പിക്കാറുണ്ട്, ദിവസവും എനിക്ക് ഭക്ഷണം തരാറുണ്ട്. അപ്പോൾ ഉമ്മ കിസ്റാപ്പനിക്കും കൈസറും വിറക്കുന്നതാ. മിസ്റിൽ മുഖൗഖിസുടൻ കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൻ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവനക്കാർക്കുള്ളിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിനോ കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിനോ. നല്ല മനസ്സിന്റെ ഉടമകള് നല്ല മനസ്സുമായി ജീവിക്കുമ്പോ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് മോമിനീങ്ങളെ
ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ മനസ്സ് നന്നാക്കണം. ആരോടും വിദ്വേഷം വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട, ആരോടും അഹങ്കാരം വേണ്ട, ആരോടും ഒരു മോശമായ ചിന്തയും നമുക്ക് വേണ്ട.